അപ്പോൾ ഒരു ദിവസം 124 ലൈസൻസ്, ഞാൻ മന്ത്രിയായി വരുമ്പോൾ 124 ലൈസൻസ് 125 പേരെ പരിശോധിക്കുകയും ആരാണ് ഒരാളാണെന്ന് ആലോചിക്കണേ. ഒരു ഉദ്യോഗസ്ഥൻ രാവിലെ 8:30 മണിക്കും 9 മണിക്കാണ് തുടങ്ങുന്നത്, 8:30 കൂട്ടാം, 8:30 വേണ്ട 8 മണിക്ക് കൂട്ടിക്കൊള്ളൂ, 8 മണി മുതൽ 1:30 മണി വരെ 1 മണി വരെ പോകും. ഒരു വാദത്തിന് വേണ്ടി 2 മണിക്കൂർ, 2 മണി വരെ വയ്ക്കുക, 8 മുതൽ 2 വരെ ആണ് അദ്ദേഹം പരിശോധിക്കുന്നത്. എന്നാൽ 125 ലൈസൻസ് പരിശോധിച്ചതിൽ 124 പേർക്കും അദ്ദേഹം ലൈസൻസ് പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. ഈ കൊടുത്ത ലൈസൻസിന് യാതൊരു വാല്യൂ ഇല്ല. ഈ ഉദ്യോഗസ്ഥൻ്റെ ഒരു അഴിമതിയാണ്. അയാൾ 125 പേരെ പരിശോധിച്ചു. അത് മനുഷ്യസാധ്യമാണോ? ഈ വ്യക്തി തന്നെ ഉച്ചയ്ക്ക് ശേഷം 42 പേർക്ക് 42 വണ്ടികൾ പരിശോധിച്ചു, ഫിറ്റ്നസ്. ഇതേ ഉദ്യോഗസ്ഥൻ തന്നെ ഉച്ചയ്ക്ക് ശേഷം 12 പേർക്ക് ഹെവി ലൈസൻസ് ഇഷ്യൂ ചെയ്തു. അത് മാനുഷികമായ ശക്തിയുള്ള ആളുകളാണ്. അപ്പോൾ അമാനുഷികമായ കഴിവുള്ള ഇവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്, അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. നമ്പർ കുറച്ചു. ഒരു ദിവസം ഇത്ര ടെസ്റ്റേ പാടുള്ളൂ, 40 ടെസ്റ്റ് കൂടുതൽ പാടില്ല. അതിനെതിരായിട്ട് കോടതിയെ സമീപിച്ചു. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു അതിലിടപെടില്ല, അത് മതി എന്ന് പറഞ്ഞു. കാരണം കോടതിക്ക് അതറിയാം. കാരണം ഇതുപോലെ ഇത് ഉദാരമായി കൊടുക്കേണ്ട ഒരു സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷമായി തോന്നിയിട്ടുണ്ട്.